ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ബാത്റൂമുകളിലും അതുപോലെ തന്നെ കോമൺ ഏരിയയിൽ കൂടാതെ തന്നെ നമ്മുടെ ബാത്റൂമിലും ഇതുപോലെ തന്നെ ടേബിൾ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിരിക്കും. അതായത് നമുക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ടച്ച് ബാത്റൂമിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എമൗണ്ട് മുടക്കുന്നത് ആളുകൾ തന്നെ ബാത്റൂമിൽ തന്നെയാണ്. കാരണം അത്രയധികം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഹൈ കോസ്റ്റ്ലിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ബാത്റൂം 2 സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ബാത്റൂമിൽ സെപ്പറേറ്റ് തിരിച്ചതിന് സൈഡിലായിട്ട് ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വരുന്നതിന് തൊട്ടും സൈഡിലായിട്ടാണ് വരുന്നത്. അത് നമ്മളിതിൻ്റെ ഫിനിഷിംഗ് ലെവൽ എന്ന് പറയുന്നത് ഫ്ലോർ ലെവലിൽ നിന്നും 34 ഇഞ്ച് ടോപ്പ് വരുന്ന രീതിയിലാണ്. വാഷ് ബേസിൻ്റെ ടോപ്പ് 34 ഇഞ്ച് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെയാണ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടാപ്പ് ഒരു സൈഡിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിൽ നിന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കൊടുക്കാം. കുറച്ചുകൂടി ഒരു വെറൈറ്റി എന്ന രീതിയിൽ, ഒരു ഐഡിയപരമായിട്ട് ഒരു വെറൈറ്റി എന്ന രീതിയിൽ സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻട്രലിൽ നിന്ന് കൊടുക്കാം. സെൻട്രലിൽ നിന്ന് കൊടുത്താലും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോൾ തന്നെ ഏകദേശം സെൻട്രൽ ചെറുതായിട്ടൊന്ന് വിട്ടതിന് ശേഷം ആ വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ ആ സെൻറ്റർ വീഴുന്നതാണ്. ശരിക്കും സെൻറ്റർ വയ്ക്കുമ്പോൾ വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ സെൻറ്ററിലാണ് വെള്ളം വീഴുന്നത്. അതല്ല, നമ്മൾ ഈ സൈഡിലേക്ക് കൂടുതൽ മാറ്റി കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം മാത്രം വേണം, അതായത് ടാപ്പ് വെച്ചതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം വേണം നമ്മളത് ഗ്രാനൈറ്റിലോ അല്ലെങ്കിൽ ടൈലിലോ ഉറപ്പിക്കുന്ന ആ ടാപ്പ് ഏത് സൈഡിലാണ് വെക്കണതെന്ന് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് കപ്ലിംഗ് ഉപയോഗിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് ഇത് ഒരു നല്ലൊരു ഐഡിയ ആണ്. ഈ ടൈപ്പ് വേസ്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലോസ് ചെയ്തിട്ടിട്ട് ആ ട്രാപ്പ് പോലെ വരുന്ന സിസ്റ്റമാണ്. അത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴുകാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളം റിലീസായിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ വേസ്റ്റ് കപ്ലിങ്ങും മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ അടിവശം കാണിക്കുന്നതാണ്. ടേബിൾ ടോപ്പിൻ്റെ അടിവശമാണ് വരുന്നത്. ടേബിളിൽ തന്നെ, അതായത് ഗ്രാനൈറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടാപ്പ് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു ആംഗിൾ കൂക്കിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം വേസ്റ്റ് പൈപ്പ് ഇട്ട് നേരെ വേസ്റ്റ് പൈപ്പിലേക്ക് പൈപ്പിട്ടതിന് ശേഷം ട്രാപ്പിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ മെയിൻ ട്രാപ്പ് വരുന്ന ട്രാപ്പിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ട്രാപ്പിലേക്ക് കണക്ട് ചെയ്തതിൽ വാഷ് ബേസിൽ സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രാപ്പ് വഴിയായിരിക്കണം ബാത്റൂമിൻ്റെ പുറത്തേക്ക് നമുക്ക് പോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നുണ്ട്, ഡ്രോ സിസ്റ്റം ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സാധനമാക്കി ഈ ഡ്രോ സിസ്റ്റത്തിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കോ ടവലോ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെക്കുന്നതിന് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഹാഫ് പെഡസ്റ്റലിനേക്കാൾ ബെറ്റർ ഒരു ടേബിൾ ടോപ്പ് ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെറിയൊരു ഡ്രോ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് നമുക്ക് ബാത്റൂം നമുക്ക് കാണാനും സാധിക്കും. കാണാനും നല്ല രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഓവൽ ഷേപ്പ് ഒന്ന് ചെറിയ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ജാഗൂറിൻ്റെ തന്നെ പല മോഡലുകളും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിൽ ഒരു മിറർ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ടേബിൾ ടോപ്പ് ഫിനിഷിംഗായി നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.